എമ്പത്തിരിപ്പാടം മുല്ലമാട് കൊൾപ്പടവിലെ കൃഷിക്കാരായ ചേന്നംകുളത്ത് വാസുദേവൻ, നാറാത്തിൽ രാജൻ എന്നിവരുടെ കൃഷിസ്ഥലത്തെ ദൃശ്യങ്ങൾ. ഇത്രയും ചൂടുള്ള സമയത്ത് പോലും കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന ഇവരെ അനുമോദിക്കുന്നു. വെയിലിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ്. ഇപ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് ഉമ എന്ന വിത്ത് അല്ലേ? ഉമയല്ലേ? ആ, പിന്നെന്താണ് പിന്നെ വേറെ നിങ്ങൾക്ക്? 90% ഉമ തന്നെയാണ് അല്ലേ? വിത്തും കുഴപ്പമില്ല, നെല്ലും കുഴപ്പമില്ലല്ലോ അല്ലേ? ആ, ആവറേജ് അല്ലേ? ഒരു ഏക്കറയ്ക്ക് ഇപ്പോൾ ഏകദേശം നമുക്ക് കൃഷി ചെലവ് എത്ര വരും? 30,000 രൂപ അല്ലേ? അത് നമ്മളെ അധ്വാനം വേറെ. ഒരു 30,000 നമ്മളെ അധ്വാനം കണക്ക് കൂട്ടണം അല്ലേ രാജേട്ടാ? ആ, 30,000 രൂപ എക്സ്ട്രാ നമ്മളെ കയ്യിൽ നിന്ന് കാശായിട്ട് ചിലവ് വരും. സബ്സിഡി എല്ലാം കഴിച്ച് ഒരു 30 ദിവസം നമ്മളെ പണിയും അല്ല, മിനിമം ശരാശരി ആവറേജ് 30 ദിവസം പണി തന്നെയാണ്. നമ്മൾ നിരന്തരമായിട്ട് പണിയെടുത്താൽ മാത്രമേ കാര്യമുള്ളൂ അല്ലേ? എല്ലാം കൂലി കൊടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ വെള്ളടിക്കല്ലേ? ഭക്ഷണം കഴിക്കാനായില്ലേ? പോനായാ? ആ, സമയത്ത് എത്രയായി? 12 ആ, 12 അല്ലേ? ഓക്കെ. അപ്പോൾ ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. കൃഷിയിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യത്തിനും നല്ലതാണ്, നാട്ടിനും നല്ലതാണ്, നാട്ടുകാർക്കും നല്ലതാണ്. ജനങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഒന്ന് കൃഷിയിലേക്ക് ഇറങ്ങി വരണം അല്ലേ? എന്തെങ്കിലും അഭിപ്രായം? ആ, വരണം വന്നാലേ കാര്യമുള്ളൂ. കാരണം നോട്ടിൻ്റെ കെട്ടെടുത്തിട്ട് പൊങ്ങി തിന്നാൻ പറ്റില്ലല്ലോ. വരുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും എത്ര തന്നെ പൈസ ഉണ്ടായിരുന്നാലും ശരി, നമുക്ക് കൃഷിയോട് ഒരു താല്പര്യം വേണം. വലിയ വലിയ കമ്പനി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ ജോലിക്കാരെ ആക്കി നിർത്തി കഴിഞ്ഞാൽ അവര് പിന്നെ ഒക്കെ നല്ല ഡ്രസ്സിങ്ങും വൈറ്റ് കോളർ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ അവർക്ക് ശമ്പളമാണല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പൊ ടാറ്റയും ബിർലൊക്കെ കുറെ സ്ഥലങ്ങൾ എടുത്ത് പണിയെടുക്കുന്നുണ്ട്. അതാണ് അവരത് കമ്പനി വൽക്കരിച്ചുകൊണ്ട് മെഷീനറി വർക്ക് തന്നെ കൂടുതൽ ചെയ്യുക. അപ്പോൾ ഒരു മേൽനോട്ടം മാത്രമായിട്ട് നമ്മളുടെ ആൾക്കാർ കുറച്ചും കൂടി മെച്ചമാണല്ലോ. ആൾക്കാർ ജോലിക്ക് കയറും. അപ്പൊ പിന്നെ ചെറുപ്പക്കാരൊക്കെ കൃഷി മൊത്തം മെഷീനറീസ് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ചെറിയ ചെറിയ കണ്ടങ്ങളാക്കിയിടേണ്ട ആവശ്യമില്ല. അതിനല്ല ഇപ്പൊ ഇവര് ടാറ്റ് ഇവരൊക്കെ കൃഷിഭൂമി കാലിയായി കഴിഞ്ഞാൽ അവർ എടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ സ്ഥലങ്ങൾ ഇപ്പൊ ഈ പാലക്കാട് ഭാഗത്തൊക്കെ ഉണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഉണ്ട്. മുൻകൂട്ടി തന്നെ അവർ ഇത്ര ഏക്കർ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ലാഭം നഷ്ടമൊന്നും പ്രശ്നമില്ല. അത് കമ്പനി വൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല അപ്പൊ പിന്നെ ചെറുപ്പക്കാരൊക്കെ പണിയെടുക്കാത്ത അവർക്ക് ശമ്പളം കിട്ടുവാണല്ലോ. അപ്പുറത്ത് വെള്ളം മറിഞ്ഞു പോകുന്നുണ്ടെന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ, ശരി എന്നാൽ ഓക്കെ.